അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഊട്ടിയിൽ നിന്ന് രണ്ടാമത്തെ ദിവസം ഇന്നും കൂടെ കഴിഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങൾ കോയമ്പത്തൂർ പോകാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ആദ്യം കൂടെ ഇന്നലെ ചെറിയൊരു ഹോം സിക്ക് അടിച്ച്. അപ്പോൾ എന്താ പറയുക, ഇന്നലെ രാത്രി ഞങ്ങൾ കിടക്കുമായിരുന്നു. ഫുഡ് കഴിച്ച് കിടക്കാൻ ടൈമിൽ ഞാനത് കട്ടിലിൽ നിന്ന് എണീറ്റ് പോയി. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു അല്ലേ ഒരു കുഞ്ഞ് കരച്ചിൽ അല്ലേ അപ്പോൾ അങ്ങനെ ചെറിയ പ്രശ്നം. പക്ഷെ അത് പിന്നെ സോർട്ട് ഔട്ടായി. ഇപ്പം ഞങ്ങൾ ഇതൊരു ബെഡ് കോഫിയൊക്കെ കഴിച്ച് ആദ്യക്കൂട്ടന് യൂട്യൂബൊക്കെ വെച്ച് കൊടുത്ത് ആദ്യക്കൂട്ടന് സെറ്റായി. ഡാഡക്കും ആദ്യക്കൂട്ടനും ചെറിയൊരു ജലദോഷം വന്ന് മന് കുളിക്കാൻ കയറി. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു 7-8 മണിയാകുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് 9 മണിയാകുമ്പോൾ ഇറങ്ങുക, അടുത്ത ഹോട്ടലിൽ പോവുക. ഇതൊക്കെയാണ് ഇപ്പോൾ ഇന്നത്തെ പരിപാടി. അപ്പോൾ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്നും കൂടെ കഴിഞ്ഞാൽ മിക്കവാറും ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകും. കോയമ്പത്തൂരും കൂടെ പോയിട്ട് മറ്റേ ഇവിടെ കയറണ ശിവൻ്റെ നമ്മുടെ ഇഷ ഫൗണ്ടേഷനിൽ കയറണമെന്നുണ്ടായിരുന്നു. അത് ഇവൻ്റെ സ്വഭാവം കുറച്ച് സോഫ്റ്റ് ആണെങ്കിൽ ചിലപ്പോൾ കയറി ഇരിക്കുന്നത്. അതില്ലെങ്കിൽ നേരെ ഞങ്ങൾ വീട്ടിലോട്ട് പോകും. കാരണം വിഷു അല്ലേ. ഇട്ടുകൊടുക്ക്. അതെങ്ങനെയാണ് പഠിപ്പിച്ചേടി കൊച്ചിനെ പിടിക്കണേ? അപ്പോൾ ഇഡ്ഡലിയും ഉപ്പുമാവും പിന്നെ ടോസ്റ്റും ആയിരിക്കും. ഇന്നലെ അത് തന്നെയായിരുന്നു. അപ്പോൾ ഇന്നോട് ഓക്കെ. ഇത് നമ്മുടെ പീനട്ടിൻ്റെ ചട്നി കേട്ടോ. ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമില്ല. കഴിച്ച അതുകൊണ്ടൊരു ബഹള മൂടാണ്. ഇല്ല ഇഷ്ടപ്പെട്ടാ? വീട്ടിലവൻ കഴിക്കൂല, ഇവിടെ നല്ല കാര്യം. അതുകൂടെ ജെന്റിൽമെൻ ആയിട്ട് ഇനി എന്താ പറയുക. ട്രാക്കിന്റെ ഫോട്ടോ എടുക്കണോ? ഞങ്ങൾ ബൊട്ടാണിക്കൽ ഗാർഡനിൽ എത്തിയേട്ടാ. ഇവിടെ എല്ലായിടത്തും വന്ന് ഇരിക്കുക കുറേ അങ്ങ്. ഇതാണ് സംഭവം. 100 രൂപ ഒരാൾക്ക്. ഇരിക്കത് അവിടേക്ക് ഇരിക്കണുണ്ട്. എനിക്കറിയില്ല. രാത്രി 14 ഡിഗ്രി ഒക്കെ കേട്ടോ. 14 ഇന്നലെ 14 ഡിഗ്രി ആയിരുന്നു. 13-14 തണുപ്പ് ആവശ്യത്തിനുണ്ട്. രാവിലെ 25-26, പക്ഷെ വേർക്കില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട്. കുറേ ചെടികൾ എന്തൊക്കെയാന്ന് മനസ്സിലാവുന്നില്ല. കുറേ ചെടികൾ. അതൊക്കെ ഇവിടെ എടുത്തൊരു ഫോട്ടോ എടുക്കായിരുന്നു. നല്ല വെറൈറ്റി ആയിട്ട് വെട്ടി വെച്ചേക്കുന്നത്. പണ്ട് നമ്മുടെ ഹിൽ പാലസിൽ ഇത് ചെയ്യുമായിരുന്നു, വെച്ചിട്ടുണ്ട്. ഇപ്പം പക്ഷെ പോരാ. എന്താ പാമ്പാ? ഭയങ്കര ക്രൗഡഡാ. വെറുതെ ഇങ്ങനെ കിടന്ന ഓരോരോ മരങ്ങൾ കാണാമെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് പിന്നെ ഈ മരങ്ങൾ കാണുന്ന അത്രക്ക് വലിയ എന്താന്ന് മനസ്സിലായാലേ. ഐസ്ക്രീം വാങ്ങിച്ചോ? ഐസ്ക്രീം വാങ്ങിച്ചേരാ കൊച്ചിന്. ഐസ്ക്രീം കൊച്ചിൻ്റെ ചുണ്ട് എങ്ങനെ പോട്ടി. അവൻ ചാടി വീണെന്നാ പറഞ്ഞത്. എവിടെ ചാടിയെന്ന് അവൻ പറയണില്ല. ഒന്നും കേട്ടെ. ഇനി മരങ്ങളൊക്കെ നമുക്ക് കണ്ട് രസിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പേരൊക്കെ കേട്ടിട്ട് ഒരിക്കലും മനസ്സിലാവണില്ല. സത്യത്തിൽ വെറുതെ കാണുക, തള്ളത്തൊന്ന് റെസ്റ്റ് എടുക്കുക, അങ്ങനെ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. പക്ഷെ തണുള്ള സ്ഥലങ്ങളൊന്നും ഒരു ആരും ഓപ്പൺ ചെയ്ത് കൊടുക്കണില്ല. വെയിലത്താണ് എല്ലാവരും പോയിരിക്കണം. അതും ഒരു പ്രശ്നമാണ്. ഓ ഈ മരം നോക്കി. ഇതെന്തൊരു വെറൈറ്റി മരം. ഇതാണ് വെറൈറ്റി മരം. പേരൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പേര് പറഞ്ഞിട്ട് നമ്മളെന്ത് ചെയ്യാനായിട്ടാണ്? ഇത് ട്രീ ആണെന്നറിയോ? ഇതാണ് ഒരു ട്രീ. ഏത് ട്രീ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നല്ല രസമുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്. സൈപ്രസ്സാ? എന്ത് സൈപ്രസ്? കോമണ്. കുറേ ട്രീകൾ കാണാം. അതുകൊണ്ട് അവിടെ ഇരിക്കണമെന്ന് പറഞ്ഞിട്ടിരിക്കുക. ഐസ്ക്രീം ഇല്ല അവിടെ. പാവം അത് കൊടുത്ത് പുറത്ത് വാങ്ങണ്ടേ. തുറന്നാ കേട്ടാ. ഞാനൊരു ക്യാപ്പ് വാങ്ങിച്ചു. അതുകൊണ്ട് ഓരോരോ മരത്തിൽ ഇതിലെല്ലാത്തിലും ഇങ്ങനെ കയറി ഇരിക്കുക. വീഡിയോ എടുത്ത്
ഞങ്ങളപ്പോൾ ഇങ്ങനെ നടന്ന് തിരിച്ചങ്ങ് പോകുക കേട്ടോ. ഇത് ആക്ച്വലി ഭയങ്കര പാടാ. കാശ് കൊടുത്ത് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ എല്ലാം ഈ നടക്കുന്ന പരിപാടിയാണ്. എനിക്ക് റിലാക്സ് ചെയ്യാൻ തന്നെ ഇപ്പോൾ പിന്നെ വെക്കേഷനൊക്കെ തന്നെ ഇഷ്ടം. ഇവള് പിന്നെ ഇവിടെ കാണാത്ത കാരണം കൊണ്ട് കാണിച്ചതാണ്. ഊട്ടിയിൽ ആദ്യമായിട്ടാണ് മനു തന്നെ. എനിക്ക് എവിടെയെങ്കിലും ഉള്ള റിസോർട്ടിലൊക്കെ പോയിട്ട് 2 ദിവസം അടിച്ച് പൊളിച്ച് റിലാക്സ് ചെയ്തിരിക്കുക, ഇതിൽ ഡ്രിങ്ക്സൊക്കെ കഴിച്ചിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അല്ലേ മുത്തേ? ഇങ്ങനത്തെ സ്ഥലത്തൊന്നും പിന്നെ നടക്കലാണ്ട് വേറെ വഴിയില്ല. വീണ് വാ. അവൻ അങ്ങോട്ട് ഓടി കളിക്കുക. ഓടി വീണ് കളിക്കുക. ഒരു വീഡിയോ എടുക്കാൻ കുറേ പിള്ളേർ സെറ്റ് ഇരുന്ന് കളിക്കുക. വീഴരുത്. വായോ, വീഴരുത്. റോസ് ഗാർഡൻ്റെ അടുത്ത് തന്നെ നമുക്കൊരു വുഡ്ലാൻഡ് റെസിഡൻസി എന്ന് പറഞ്ഞ റെസിഡൻസിയിൽ ഞങ്ങൾ വന്നേക്കാം കേട്ടോ. അവിടെയാണ് അടുത്ത സ്റ്റേ. ഒരു കാര്യം പറയാം, ഫുഡിൻ്റെ കാര്യത്തിലാട്ടോ ഭയങ്കര പ്രശ്നം. ഈ മര്യാദക്കുള്ളൊരു ഫുഡ് എവിടെയും കിട്ടുന്നില്ലെന്നേ. മനുഷ്യന് കിടന്ന് ഓടി നടപ്പാണ് ഫുഡിന് വേണ്ടിയിട്ട്. ഈ മിക്ക സ്ഥലങ്ങളിലും ഫ്രൈഡ് റൈസും പിന്നെ നൂഡിൽസും മാത്രമേ ഉള്ളൂ. അത് മിക്കപ്പോഴും തീരെയും പോവാം. ഈ ക്യാസ്റ്റിൻ്റെ പ്രശ്നം കൊണ്ടാണെന്ന് തോന്നുന്നത്. എന്ത് ചെയ്യാനാ, ട്രിപ്പിന് വന്നിട്ട് ഫുഡിന് വേണ്ടി ഓടി നടക്കേണ്ട ഗതികേടാ. പിന്നെ മെയിൻ സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പാർക്ക് ചെയ്യാൻ പറ്റാത്ത കാരണം കൊണ്ടേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നോക്കണം, ഞാനിപ്പോൾ കൊച്ചിനെന്തെങ്കിലും വാങ്ങാനായിട്ട് നോക്കുക. 12 മണിയായി. അങ്ങനെ ഊട്ടി വന്നിട്ട് ഓട്ടോയിൽ കയറില്ലെന്ന് വേണ്ട, ഞാൻ ഫുഡ് അന്വേഷിച്ച് താഴെ വരെ വന്നിട്ടാ. എന്നിട്ടിപ്പോൾ മേലോട്ട് കയറാൻ വയ്യായിട്ട് ഓട്ടോയിൽ കയറി വന്നേക്കുക. അങ്ങനെ നമ്മുടെ ഓട്ടോയുടെ കുറച്ച് അപ്ഡേറ്റുകളുണ്ട് പറയാം. ബിരിയാണി കിട്ടി കേട്ടോ. ഇവിടെ ഫുഡ് കിട്ടാൻ ഭയങ്കര പാടാന്നേ. നമ്മൾ വലിയ വലിയ ഹോട്ടൽസിലൊന്നും ഫുഡില്ല. പിന്നെ ചെറിയ ചെറിയ കുഞ്ഞു ഹോട്ടൽസുകളിലൊക്കെ ആവശ്യത്തിനുണ്ട്. ഇപ്പം ഞാനൊരു ബിരിയാണി അങ്ങനെ തപ്പിയെടുത്ത് ബിരിയാണിയും വാങ്ങിച്ച് ഇതും വാങ്ങിച്ച് കാശും കുറവ് 350 രൂപക്ക് കാര്യം കഴിഞ്ഞു. ബിരിയാണിയും 2 ബിരിയാണി, ചിക്കൻ ബിരിയാണിയും പിന്നെ 65 കൂടെ ആയിട്ട്. വലിയ വലിയ റെസ്റ്റോറൻറ്റിലൊന്നും ഫുഡേ ഇല്ല. അപ്പോൾ ബിരിയാണി എന്ന് വെച്ചാൽ നമ്മുടെ കുഷ്ക കേട്ടോ. കുഷ്ക റൈസിൽ എന്താ പറയുക, മുട്ടയും 1 പീസ് ചിക്കനും പിന്നെ ഒരു 65 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കബാബ്. ഇത് നമ്മുടെ നേരെ ബാംഗ്ലൂർ ഫുഡാണ്. കുഷ്കയൊക്കെ ബാംഗ്ലൂരിലുള്ളവർക്ക് മനസ്സിലാവും. കുഷ്ക ഞങ്ങളുടെ സ്ഥിരം ഫുഡൊക്കെ ആയിരുന്നു. കുറേ നാൾ ശേഷം ഇപ്പോൾ ഇത് കഴിക്കണത്. പിന്നെ 65 എന്ന് പറഞ്ഞാൽ നമ്മുടെ കബാബ്, നോമ കബാബ്. നല്ല കുഴപ്പമില്ല. ഇതേ മുടുത്തും പോണ്. പുതിയ റൂമോ നോർമൽ റൂമാട്ടാ. 2 പേർക്ക് കിടക്കാൻ പറ്റിയ അത്യാവശ്യം നല്ല ഇതുള്ള റൂം. മറ്റേത് പോലത്തെ പോഷല്ല. അപ്പോൾ അതിൻ്റെ പാതി എമൗണ്ട് ആയുള്ളൂ, അത് വേറെ കാര്യം. പൂക്കൾ കൊള്ളാം. പൂക്കൾ ആണോ? ഞങ്ങൾ മറ്റേ റോസ് ഗാർഡനിൽ കയറി കേട്ടോ. റോസയുടെ സീസണിലെന്ന് തോന്നുന്നു. ഒരു ചെറിയ ചെറിയ റോസസ് കാണുന്നു. അവിടെ പോയി അങ്ങനെ പയ്യനെ ഞങ്ങൾ നടന്നു പോവുകയാണ്. നല്ല മരങ്ങളൊക്കെയാണ്. അതൊക്കെ ഇൻട്രസ്റ്റിൽ ഇങ്ങനെ നടന്നു പോവുക. എല്ലാം ഇങ്ങനെ നടക്കാനുള്ള പരിപാടി കേട്ടാ. നടക്കാനായിട്ട് താല്പര്യമുള്ളവർ വധിച്ചാൽ മതി. ഇത് നടക്കാൻ നല്ല രസമുണ്ട്. വേർക്കില്ലാത്ത കാരണം കൊണ്ട് ഗുണമാണ്. ഇതൊക്കെ എന്തൊക്കെ പൂവാണാവോ ആവോ. എന്തായാലും ഒരു ഭംഗിയില്ല. വെട്ടിയൊക്കെ വെച്ച് കാണാനൊരു രസമുണ്ട്. പക്ഷെ പൂക്കൾക്ക് മാത്രമായിട്ടൊരു ഭംഗിയില്ല. അതൊക്കെ തുലിപ്സ്, മൈ ഫേവറേറ്റ് ഫ്ലവർ.
എന്ത് യു ഗോട്ട് ഇറ്റ്? ഓക്കെ. എന്താ ബോട്ട് ഉണ്ടാക്കി വെച്ചേക്കണ ദേവാ? ഇതെന്താ ബോട്ടാ? ഒന്നിലും പൂക്കളില്ല. പക്ഷേ ഷടോ നമ്മൾ വന്ന സീസൺ മാറിപ്പോയിരുന്നു. കുറെ നടന്നു കഴിഞ്ഞാൽ എത്തിയപ്പോഴേക്കും കുറെ പൂക്കൾ കിട്ടി. എന്തോരം വലിയ പൂക്കളാ! നോക്കട്ടെ എടാ, വലിയ പൂക്കൾ നോക്കട്ടെ. എന്ത് വലിയ റോസ്! എന്താ വെപ്പ് റോസാണ് അടി? എല്ലാം ഒറിജിനൽ റോസേ കൈസ്. അത്രയും വലുത് നോക്കി, ചെമ്പരത്തിയുടെ അത്രയും വലുത്. ബാംഗ്ലൂരിലൊക്കെ ഉണ്ടാവുമായിരുന്നു, നമ്മുടെ നാട്ടിലൊന്നും ഇത്രയും വലുതുണ്ടാവില്ല. അങ്ങേറ്റത് നടന്നു വന്നത് ഇവിടം വരെ എത്തിയത് കാണാൻ വേണ്ടിയിട്ടാ. മേളിലോട്ടുള്ളതൊന്നും എന്തായിട്ടില്ലെന്ന്. അപ്പുറത്തും ഇപ്പുറത്തും നല്ല ഭംഗിയുള്ള പൂവുകൾ. മനു അതൊക്കെ ഡബിളായിട്ട് കയറാൻ പോവാ. എനിക്ക് കാണുമ്പോൾ തന്നെ തലകറങ്ങി. ഞാൻ നടന്ന് ഇതായി. എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല ഗൈസ് നടക്കണത്. ഇല്ലെങ്കിൽ പിന്നെ ട്രക്കിംഗ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ മൈൻഡ് അതിൽ സെറ്റാണ്. റിലാക്സേഷൻ എന്ന് പറഞ്ഞ് വന്നിട്ട് ഈ നടക്കണ പരിപാടി ഉണ്ടല്ലേ, ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. അയ്യോ അല്ലേ, ഒരു മിസ്റ്ററി പ്ലേസിലോട്ട് പോവാ അല്ലേ? പോണ കറക്റ്റാണെന്ന് അറിയില്ല, എന്നാലും നമ്മളൊന്ന് പോയി നോക്കട്ടെ. എവിടെ എത്തിച്ചാൽ മതി, കറക്റ്റ് സ്ഥലം അയച്ചാൽ മതി. എനിക്ക് അത്ര പറയാനുള്ളൂ, കണ്ടറിയാം. ഇതാണ് നമ്മുടെ ഇൻഫോസ്റ്റ് ഹൗസിനിലെ വീടാണ്. കയറാൻ പറ്റില്ല. അടിപൊളി ഏരിയ. അങ്ങോട്ടൊക്കെ പോയി എന്തൊരു ഇവിടെ അവരുടെ പണിക്കാർ എന്നുള്ളത്. അതാണ് ബംഗ്ലാവ്. ഇതാണ്, അകത്തോട്ട് കയറാൻ പറ്റില്ല, എല്ലാം അടച്ചിട്ടൊക്കെ. ഒരു വാച്ച്മാൻ എപ്പോഴും ഉണ്ടാവണം ഇവിടെ. കാടിൻ്റെ ഉള്ളിലാട്ടാ ഈ ഒരു വീടിന് വേണ്ടി മാത്രം വഴി വന്നേക്കണം. അപ്പോൾ എന്ത് പണക്കാരായിരിക്കും നോക്കി. വണ്ടി വന്നപ്പോഴേ കുറേ ഹോഴ്സ് അവിടെ നിന്ന് വന്നു. പേടിച്ചു ഓടി ഞങ്ങൾ വണ്ടിയുടെ നേരെ. ഞങ്ങൾ വന്ന വഴി ഭയങ്കര കൺജസ്റ്റഡാ. പക്ഷെ ഇവിടെ വേറൊരു സാധനം കേട്ടോ, ഇവിടെ പഴയ പഴയ കാറൊക്കെ കുറേ കിടപ്പുണ്ട്. ഇത് കണ്ട, പഴയ ടാക്സി അംബാസഡർ പോലെ ഉണ്ട്. ഇത് പുതിയ കാറാ, ഇതും വേറെ കാറാ. പത്മിനിയാ എവിടെ? അതെ, എനിക്കറിയില്ല. പഴയ കാറ് ഞാൻ വന്ന വഴിക്ക് കണ്ടതാ, കൊറേ പഴയ കാറ്. കണ്ട എല്ലാം പഴയ കാർ ഇവിടെ ഇരിപ്പുണ്ട്. അത്രയുള്ള തീർന്ന്. അവിടെ പോയിട്ട് ശരിക്കും ഞാൻ പേടിയായല്ലേ ടാടാ. എനിക്ക് ചെറുതായിട്ട് പേടിയായി കാട്ടിൽ കൂടെ പോയപ്പോ. പിന്നെ ജീപ്പ് വന്നപ്പോ അതെ സംസാരിച്ച് കേറാൻ പറ്റിയേനെ, പക്ഷെ കേറിയില്ല. വാച്ച്മാനെ കണ്ടില്ല, സോറി വാച്ച്മാനെ കണ്ടില്ല. ടാടാ ഇത് തന്നെയാണ് വഴി? ആ താഴത്തെ കൂടെ അല്ലേ? താഴത്തെ കൂടെ അല്ലേ വഴി? നോക്കട്ടെ. ഞങ്ങളെ അതുകൂടെ ഭയങ്കര കളിയാട്ടാ. വെയിറ്റ് അപ്പം ഞാനൊരു കാര്യം പറയട്ടെ മനു. ഞാനിവിടെ കുറേ നേരം ഈ വീഡിയോ എടുക്കാൻ നോക്കുന്നു. ഓക്കെ, ഇത് കണ്ടോ, ഈ സാധനം ആരെങ്കിലും കണ്ടോ? ഞങ്ങളിന്ന് മാർക്കറ്റിൽ പോയപ്പോൾ വാങ്ങിച്ചാട്ടോ. ഇതിൻ്റെ പേര് ടാമറിലോന്നാ അങ്ങനെ എന്തോ ആണ്. നമ്മൾ ആക്ച്വലി ഇതിനെ പറയണത് ട്രീ ടൊമാറ്റോ എന്നാണ് പറയണേ. ഇത് പൊട്ടിച്ചിട്ടുള്ള സംഭവം കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ ഈ യെല്ലോ കളർ മാത്രമേ കഴിക്കുള്ളൂ ഇത്. പിന്നെ ഇത് സീഡും കുറച്ച് കഴിക്കാം. ഇത് കഴിക്കാം, ഈ എന്താ പറയുക, ഈ തൊണ്ട് സ്കിന്ന് കഴിക്കുക. പക്ഷെ ഭയങ്കര ബിറ്ററാണ്. പക്ഷെ ഇതിൻ്റെ ഉള്ളിലൊരു ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുളിയും നേരിയൊരു മധുരം. പുളി ഒരു 10-8 ഒക്കെ കൊടുക്കാം. പിന്നെ ഒരു മധുരം എന്ന് പറയുമ്പോഴേക്കും ഒരു 3. കഴിച്ചു നോക്കി ആ യെല്ലോ കളർ കേട്ടാ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നലെ രാത്രി ഞങ്ങൾ ഡോസ് ഓഫ് ആയിപ്പോയി. കാരണം ആദ്യക്കുട്ടൻ കയറി ബഹളം വെച്ച് അവനെ വീട്ടിൽ പോകണമെന്നൊക്കെ പറഞ്ഞ് കുറച്ച് ബഹളം. അവനെ ഇതുണ്ടെന്ന് തോന്നുന്നു, മറ്റേ ഹോം സിക്നെസ് ഉണ്ടെന്ന് തോന്നുന്നു.
രാവിലെയൊക്കെ അടിച്ചു പൊളിച്ച് കളിച്ച് നടക്കും. വൈകുന്നേരം ആകുമ്പോഴേക്ക് രാത്രി കിടക്കാറാകുമ്പോഴേക്ക് അവന് വീട്ടിൽ പോകണം. ഇത് ബഹളമാണ്. പക്ഷെ അന്ന് എൻജോയും ചെയ്യാനുണ്ട് രാവിലെയൊക്കെ. ഞങ്ങൾ വിചാരിച്ച് അന്ന് ഇറങ്ങിയേക്കാം, ഞങ്ങളിന്ന് ഇവിടെയൊക്കെ കയറണമെന്ന് വിചാരിച്ചത്. അതാണ് നമ്മുടെ ഇഷ ഫൗണ്ടേഷനിൽ കയറണമെന്ന് വിചാരിച്ചത്. പിന്നെ അത് പ്ലാൻ ക്യാൻസൽ, നേരെ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെറുതെ ഇതാക്കണ്ടല്ലോ. അപ്പോൾ രാവിലെ ഞങ്ങൾ ചുരം ഇറങ്ങിയതാണ്. ഇപ്പോൾ ആദ്യക്കൂട്ടനും മനുവിനും ചെറിയൊരു ബിസിനസ് ഞങ്ങൾ ചുരം ഇറങ്ങുമ്പോഴേക്ക്. അപ്പോൾ അത് കാരണം കുറച്ച് നേരം സൈഡിൽ ഇട്ടിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യുകയാണ്. ടൈമുണ്ട്, ഇന്ന് വൈകുന്നേരം രാത്രിയൊക്കെ ആകുമ്പോഴേക്ക് എത്തിച്ചാൽ മതി. അപ്പോൾ ഇറങ്ങുകയാണ്. അപ്പോൾ ഓരോ സ്ഥലത്തേക്കിനും നിർത്തി പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എവിടെയും കഴിക്കുന്നില്ലെങ്കിൽ ലഞ്ചായിട്ട് കഴിക്കും, ബ്രഞ്ചായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ചുരം ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഏതെങ്കിലും നല്ലൊരു ഹോട്ടലിൽ കയറി കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കുക. പിന്നെ ഒരു കാര്യം, ഊട്ടിയിൽ വന്നവർക്ക് അവിടെ സ്വിഗ്ഗിയും സൊമാറ്റോയും ഉണ്ട്. ഞങ്ങൾ ഇന്നലെ ഇറങ്ങുന്നതിന് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ കാര്യം മനസ്സിലായത്. അവിടെ ഒരു വണ്ടി ഒന്നും കണ്ടില്ല. നമ്മൾ മൂന്നാറിലുള്ള പോലെ ഇല്ലെന്നാണ് വിചാരിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം മൂന്നാറിൽ ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല, ഇപ്പം ഉണ്ടാവുമെന്ന് അറിയില്ല. അപ്പോൾ ഇവിടെ ഉണ്ട്. ഇവിടെ ഫുഡിന് ഭയങ്കര ക്ഷാമമാണ്. സ്വിഗ്ഗി സൊമാറ്റോ ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് വല്ല ചിക്കിങ്ങോ എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ മാക്ഡൊണാൾഡ്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെങ്കിലും വാങ്ങിച്ച് കഴിക്കായിരുന്നു. അപ്പോൾ ചുരം ഇറങ്ങി കാണാം. അതൊക്കെ ടയേർഡായി പോയാ അച്ചടാ. ബ്രേക്ക്ഫാസ്റ്റ് ബ്രഞ്ച് കഴിക്കാൻ വന്നേക്കാം ഞങ്ങൾ. അതൊക്കെ ഭയങ്കര ക്ഷീണിച്ചു പോയി. ലഞ്ച് കഴിക്കും. ഓക്കെ. ഇതും പറഞ്ഞു പോകും. അതൊക്കെ ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചോണ്ടിരിക്കുക. ഓ ചുമ. പാലക്കാട് ലുലുമാളാട്ടാ, വളരെ കുഞ്ഞു മാള്. കുഴപ്പമില്ല, നമ്മുടെ ഗോൾഡ് സുക്കിനെക്കാട്ടൊക്കെ വളരെ കുഞ്ഞു.